ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കോമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ അജിസ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ഈ ഒരു മൊത്തം സബ്ജക്റ്റിൽ തന്നെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, സോ ഈ ഒരു പ്ലാനിങ്ങിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. മെയിനായിട്ട് പ്ലാനിങ്ങിൻ്റെ മീനിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഏതൊക്കെ ടൈപ്സിലാണ് പ്ലാൻസ് വരുന്നത്, പ്ലാൻസ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൊഡ്യൂൾ 2 ആണ്. ദാറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ വളരെ വൈവിധ്യങ്ങളായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള എന്നാൽ ഒരു സ്ഥാപനത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു സ്ഥാപനം ഫോളോ ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയും. ഓക്കെ, അതിനെ പോസ്റ്റ് ഡികോപ്പ് എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ പൊതുവെ നമ്മൾ മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് 5 എണ്ണമാണ്. ദാറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇതില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്ലാനിങ്. അതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണ് പ്ലാനിങ്? പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇറ്റ്സ് വെരി എസെൻഷ്യൽ ടു പ്ലാൻ തിങ്സ് ബിഫോർ വി ആക്ച്വലി ഗോയിങ് ടു ഡു എ പെർട്ടിക്കുലർ വർക്ക്. അല്ലെ, ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതിനെ കുറിച്ച് A to Z കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി കൃത്യമായി അത് ആസൂത്രണം ചെയ്യാറുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു സക്സസ് നമുക്ക് അത്രയും ഗ്യാരണ്ടീഡ് ആവുകയുള്ളൂ. ഓക്കെ, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ഥാപനത്തിന്റെ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് മുതൽ അതിന്റെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു നല്ല സൗണ്ട് പ്ലാനിങ് ഉള്ള ഒരു സ്ഥാപനത്തിന് അവരുടെ ഡിസൈർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവുകൾ, ഗോൾസുകൾ അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ഈസി. ഓക്കെ, അത് ഇല്ലാത്തൊരു സ്ഥാപനത്തെക്കാളും ഉള്ള ഒരു സ്ഥാപനത്തിന് ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, നല്ലൊരു ഡയറക്ഷൻ ആണ് കിട്ടുക, ഒരു നല്ലൊരു ഇൻസ്ട്രക്ഷൻ, ഒരു ഗൈഡ് ലൈൻ ആണ് ഈ പ്ലാനിങ്ങിലൂടെ അവർക്ക് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് റൈറ്റ്ലി സെഡ് ദാറ്റ് വെൽ പ്ലാൻ ഈസ് ഹാഫ് ഡൺ. നല്ല രീതിയിൽ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്താൽ തന്നെ പകുതി ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിന്റെ ഒരു അർത്ഥം. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റീവ്സുകൾ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുക, കോഴ്സസ് ഓഫ് ആക്ഷൻസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ പ്ലാൻസും പ്രൊസീജിയേഴ്സും നമ്മൾ ഫ്രെയിം ചെയ്യുക, എന്നിട്ട് അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നല്ലൊരു രീതിയിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് പ്ലാനിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറി, പ്ലാനിങ് is the selecting and relating of facts and making and using assumptions regarding the future in the visualization and formulation of proposed activities believed necessary to achieve desired result. ഒരു സ്ഥാപനത്തില് നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡിസൈർഡ് റിസൾട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്യൂച്ചറിനെ വിഷ്വലൈസ് ചെയ്യുക, എന്നിട്ട് വളരെ നല്ല ഒപ്റ്റിമൽ ആയിട്ടുള്ള ഫോർമുലാസ് അപ്ലൈ ചെയ്യാന്ന് പറയുന്നത്. സോ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില അസംഷൻസ് ഉണ്ടാവും ഓരോരോ കാര്യത്തിനെ കുറിച്ചിട്ട്. അത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് പ്ലാനിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ സെലക്ഷൻ and relating factors and making and using of assumptions regarding the future. Ready? ഇനി ഹെൻറി ഫയൽ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? പ്ലാനിങ് is deciding the best alternative among others to perform different managerial operations in order to achieve the predetermined goals. ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഒരുപാട് വഴികൾ ഉണ്ടാവും. അതിൽ ഏറ്റവും മികച്ച വഴി തിരഞ്ഞെടുക്കുന്നതിനെയാണ് ഹെൻറി ഫയൽ പ്ലാനിങ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ പ്ലാനിങ്ങിന് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് പ്ലാനിങ്ങിൽ പെടുന്നു. പ്ലാനിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. പ്ലാനിങ് മറ്റ് ഓർഗനൈസേഷൻ ഫംഗ്ഷൻസുകളെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പ്ലാനിങ് ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് പീരീഡിലേക്കാണ് നമ്മൾ ചെയ്യുക. അത് ഓരോന്നിനും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മെന്റൽ ആക്ടിവിറ്റി ആണ്. പ്ലാനിങ് എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, വെദർ ഇറ്റ് ഈസ് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, എല്ലാ ലെവലിലും പ്ലാനിങ് ആവശ്യമാണ്.
പിന്നെ മാനേജ്മെന്റിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ഗ്രോത്തും പ്രോസ്പെരിറ്റിയും ഡെവലപ്മെന്റ് ഒക്കെ ആ ഓർഗനൈസേഷൻ എങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നതിൽ അധിഷ്ഠിതമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്? ഒന്ന്, ഫ്യൂച്ചറിലുള്ള അൺസർട്ടനിറ്റി, അത് നമുക്ക് അറിയില്ലല്ലോ ഇനി എങ്ങോട്ടേക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അറിയാത്ത കാര്യങ്ങളാവുമ്പോൾ നമുക്ക് ഒത്തിരി പേടിയുണ്ട്. ആ അൺസർട്ടനിറ്റീസിന്റെ ഒക്കെ ഒരു ആഘാതം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും പ്ലാൻ ചെയ്യും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മുടെ കയ്യിൽ കുറെ പ്ലാൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ റെഡിയാവും. പിന്നെ നല്ല രീതിയിൽ ഓർഗനൈസേഷനിൽ കോപ്പറേഷൻസും കോർഡിനേഷനും ഓരോ സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ, ഓൾറെഡി പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. കോൺഫ്ലിക്ട്സുകളൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ടു ബ്രിങ് നല്ല രീതിയിലുള്ള കോപ്പറേഷൻസ് നമുക്ക് സ്ഥാപനത്തിൽ കൊണ്ടുവരാം. നല്ലൊരു എക്കോണമി റിലേറ്റഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കണ്ടിൻജൻസികളൊക്കെ ആന്റിസിപ്പേറ്റ് ചെയ്ത് അത് പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഇപ്പോഴേ കുറച്ച് മുൻകരുതലുകളൊക്കെ എടുത്തു വെക്കാൻ സാധിക്കും. പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് കോമ്പറ്റീഷൻ വളരെ വലിയ അളവിൽ നമുക്ക് റെഡ്യൂസും ചെയ്തു തരുന്നുണ്ട്. കാരണം നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോവാം. റെഡി? ഇനി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് ഒരു സ്ഥാപനത്തിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നമ്മുടെ റിസോഴ്സുകളെല്ലാം ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഒരു തരി പോലും വേസ്റ്റ് ആവാതിരിക്കാൻ നോക്കാം. നമ്മുടെ ഒബ്ജക്റ്റീവ്സുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റും. ഓർഗനൈസേഷൻ ഓപ്പറേഷൻസിലൊക്കെ ഒരു എക്കോണമി കൊണ്ടുവരാൻ സാധിക്കും. കുറച്ചുകൂടെ ലാഭകരമാക്കാൻ പറ്റും. ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ് ഒക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. നല്ലൊരു കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൊത്തത്തിലെല്ലാം എഫക്റ്റീവായി കൺട്രോൾ ചെയ്യാൻ പറ്റും. എംപ്ലോയീസിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ കുറച്ചുകൂടെ നല്ല റാഷണൽ ആയി എത്തിക്കൽ ആയി ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റെഡ് ടാപ്പിസം മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അതായത് ഈ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒത്തിരി പേപ്പറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ മാക്സിമം ഒഴിവാക്കി കാര്യങ്ങളെല്ലാം വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു കാര്യത്തിലും ഡിലേ ഉണ്ടാവില്ല. നല്ല ഇന്നോവേറ്റീവ് തോട്ടുകൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ വരും. ക്രിയേറ്റീവ് ആവും. ഫോർവേഡ് ലുക്കിംഗ് ഉണ്ടാവും. നല്ല രീതിയിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനൊരു മാർക്കറ്റിംഗ് മാനേജർ ആണ്. എനിക്ക് ഒത്തിരി ജോലികൾ വേറെ ചെയ്യാനുണ്ട്. അപ്പൊ അൺവാണ്ടഡ് തിങ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ ഇത് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ കഴിവുള്ള ആളുകൾക്ക് ഞാൻ അത് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പൊ ഇപ്പൊ പ്ലാൻ ചെയ്യാണ് ഇങ്ങനെയൊക്കെ വരാൻ സാധ്യത, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ആ സമയത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ. നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാൻ പറ്റും? പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ കുറെ ഗുണങ്ങളുണ്ട്. പിന്നെ നല്ല രീതിയിൽ കൺട്രോളിങ് നടത്തണമെങ്കിൽ അവിടെ പ്ലാനിങ് കൂടിയേ തീരും. കാരണം പ്ലാനിങ് ആണ് ആക്ച്വലി കൺട്രോളിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. കൺട്രോളിങ് ചെയ്യണമെങ്കിൽ പ്ലാനിങ് ഉണ്ടായേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കൺട്രോളിങ്ങിന്റെ സ്റ്റാൻഡേർഡ്സ് ആണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിങ് എന്ന് വെച്ചാൽ അതിൽ മെയിൻ ആയിട്ട് ഒരു സംഭവമാണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. പ്ലാനിങ് പ്രിമൈസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും. ഇങ്ങനെ ചെയ്താൽ ശരിയാവും, ഇങ്ങനെ ചെയ്താൽ ശരിയാവും, പ്രസന്റിൽ ഓക്കെ ആണോ, ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ അത് എങ്ങനെയുണ്ടാവും, അങ്ങനെ നമുക്ക് ഒരുപാട് ചിന്താധാരണകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന അസംഷൻസിനെ സയന്റിഫിക്കലി ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലാനിങ് പ്രിമൈസസ്, അല്ലെങ്കിൽ ആ അസംഷനെ വിളിക്കുന്ന പേരാണ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐഡന്റിഫൈയിങ് ദ ഫാക്ടേഴ്സ് ഓർ അസംഷൻസ്, ഈ അസംഷൻസിലൂടെയാണ് നമ്മൾ വളരെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഓക്കെ, റെഡി? അപ്പൊ ഈ മെത്തേഡുകളിലൂടെയൊക്കെയാണ് നല്ലൊരു പ്രിമൈസസ് ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി, ഭാവിയെ കുറിച്ച് നമുക്ക് ഫോർവേഡ് ലുക്കിങ്ങിലേക്കൊക്കെ നയിക്കുന്ന ഈ ഒരു പ്ലാനിങ് പ്രിമൈസസ് ആണ്. സോ ഇങ്ങനെ ഫോർകാസ്റ്റ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അസംഷൻസ്, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഈ അസംഷൻസ് ആണ് പ്ലാനിങ്ങിന് ആക്ച്വലി നമുക്ക് നല്ലൊരു അടിത്തറ പാകുന്നത്, അല്ലെങ്കിൽ ഒരു ബേസിസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്ലാനിങ് പ്രിമൈസസ്. ഇതാണ് ആക്ച്വലി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പ്ലാനിങ്ങിന്റെ പ്രോസസ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാനിങ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ആദ്യം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത്, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. വാട്ട് ആർ ദ പെർസെപ്ഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഒബ്ജക്റ്റീവ്സുകൾ സെറ്റ് ചെയ്ത് വെക്കുക. ഒബ്ജക്റ്റീവ്സുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു ഘടകമാണ്. അതിന് പ്ലാനിങ് പ്രിമൈസസ് എന്ത് ചെയ്യുക? ഓൾറെഡി ഇപ്പൊ പറഞ്ഞ ഫോർകാസ്റ്റിംഗ് പ്രിമൈസസ് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഓൾട്ടർനേറ്റീവുകൾ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോ ഓപ്ഷനെയും ഇവാലുവേറ്റ് ചെയ്യുക.
അതിന്റെ മെറിറ്റ്സിന്റെയും ഡിമെറിറ്റ്സിന്റെയും ബേസിൽ അതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ട് ഏറ്റവും മികച്ച ഓൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്യുക. അതിനാണ് ചോയ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയാം. അതിനുശേഷം നമ്മൾ സപ്പോർട്ടിംഗ് പ്ലാൻസുകൾ ഫോർമുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഏറ്റവും മികച്ച ആ ഒരു പ്ലാൻ എന്ത് ചെയ്യണം, സീക്വൻസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ്ങിന്റെ പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, റെഡി അല്ലേ? അടുത്തതാണ് പെർസെപ്ഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റികൾ എന്ന് പറയുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഒരു ബിസിനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ പെർസെപ്ഷൻ, നമ്മുടെ ബിസിനസ് ആണ്, അപ്പോ നമുക്കേ അറിയുള്ളൂ അതിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ നമുക്കേ അറിയുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് അതിനുള്ള പെർസെപ്ഷൻ എന്നാണ് അതിനെ വിളിക്കുക. ക്ലിയർ അല്ലേ? സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈപ്സ് ഓഫ് പ്ലാൻസ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ടൈപ്സ് ഓഫ് പ്ലാൻസ്. നമ്മുടെ സ്ഥാപനത്തിൽ പലതരത്തിലുള്ള പ്ലാൻസ് ഉണ്ട്. അതായത് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക യൂസ് ചെയ്യുന്ന പ്ലാൻ, അതിനെയാണ് സ്റ്റാൻഡിങ് പ്ലാൻസ്. അത് റിപ്പീറ്റഡ്ലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാൻസ് ആണ് സ്റ്റാൻഡിങ് പ്ലാൻസ് എന്ന് പറയാം. എന്നാൽ നമ്മൾ ഒറ്റ പ്രാവശ്യം മാത്രം യൂസ് ചെയ്യുന്ന പ്ലാൻ ആണ് സിംഗിൾ യൂസ്ഡ് പ്ലാൻസ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്ലാൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? സിംഗിൾ യൂസ് പ്ലാൻസും സ്റ്റാൻഡിങ് പ്ലാൻസും. ഇത് കൂടാതെ തന്നെ ഓർഗനൈസേഷനിലെ മറ്റു പ്ലാനുകളാണ് ഓപ്പറേഷണൽ പ്ലാൻസ്, ടാക്ടിക്കൽ പ്ലാൻസ്, സ്ട്രാറ്റജിക് പ്ലാൻസ്. ഓക്കെ, ഓപ്പറേഷൻ പ്ലാൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദാറ്റ് എ മാനേജർ യൂസസ് അക്കംപ്ലിഷ് ഹിസ് ഓർ ഹെർ ജോബ് റെസ്പോൺസിബിൾ. അതായത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു ജോലി നമ്മൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മാനേജർ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഓപ്പറേഷണൽ പ്ലാൻസ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷണൽ പ്ലാൻസ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പ്ലാൻസ്, ഒന്ന് സിംഗിൾ യൂസ് പ്ലാനും പിന്നെ ഒന്ന് ഓൺഗോയിങ് പ്ലാൻസ്. അത് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കും. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് വെച്ചാൽ അത് ഒറ്റ ടൈം യൂസ് ചെയ്യുള്ളൂ. അത് ഒരു വൺ ടൈം യൂസ് ചെയ്താൽ പിന്നെ അത് യൂസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റ്. ഇപ്പൊ ഈ വർഷത്തേക്കുള്ള ബഡ്ജറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ല അടുത്ത വർഷം യൂസ് ചെയ്യുക. ആ സമയത്തേക്ക് നമ്മൾ വേറെ ബഡ്ജറ്റ് ആണ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോഗ്രാംസ്, നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് സെറ്റ് ചെയ്യുന്ന പോളിസീസ്, അതേപോലെ തന്നെ അതിന്റെ പ്രോഗ്രാംസ്, പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ വെവ്വേറെ ആയിരിക്കും. ഇതായിരിക്കില്ല നമ്മൾ അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യുക. എന്നാൽ ഓൺഗോയിങ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യും. ഇപ്പൊ കമ്പനീന്റെ പോളിസി, കമ്പനീന്റെ പ്രൊസീജിയർ, റൂൾസ്, ടാക്ടിക്കൽ പ്ലാൻ, റൂൾസ്, ഇതൊക്കെ നമ്മളുടെ എന്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതെന്ത് ചെയ്യില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കളിക്കുകയൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഈ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ? പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജേഴ്സിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ്, ബ്രോഡ് ഗൈഡ് ലൈൻസ് ഫോർ മാനേജേഴ്സ് ടു ഫോളോ when dealing with the important areas of decision making. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാനേജേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ ഒരു ഗൈഡ് ലൈൻസ് ആണ് എന്ത്? പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് which explains how a manager should attempt to handle routine management responsibilities. ഒരു മാനേജർ എങ്ങനെയാണ് റെസ്പോൺസിബിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ഗൈഡ് ലൈൻ ആണ് പോളിസി. രണ്ടാമത്തതാണ് പ്രൊസീജിയർ. പ്രൊസീജിയർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഡയറക്ഷൻ ആണ്. അത് എങ്ങനെ വേണം ചെയ്യാൻ, ഓരോ ടാസ്ക് കഴിഞ്ഞ് അടുത്തത് എങ്ങനെ വേണം ചെയ്യാൻ എന്നുള്ളതിന്റെ എന്താണ് ഒരു സെറ്റ് ബൈ സെറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒരു പ്രൊസീജിയർ കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് വരണം. ഓക്കെ, അതാണ് ഒരു സിസ്റ്റത്തിന്റെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊടുക്കുന്നത്. ആക്ച്വലി അതാണ്. അടുത്ത റൂൾസ്. റൂൾസ് ആർ ഡു ഓർ ഡോണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അതായത് ഫോർ എക്സാമ്പിൾ റൂൾസ് അബൌട്ട് ആബ്സെന്റിസം പെർമിറ്റ് സൂപ്പർവൈസേഴ്സ് ടു മേക്ക് ഡിസിപ്ലിൻ ഡിസിഷൻ റാപ്പിഡ്ലി ആൻഡ് വിത്ത് എ ഹൈ ഡിഗ്രി ഓഫ് ഫെയർനെസ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പോ നോ സ്മോക്കിംഗ്, പുക വലിക്കരുത്, അല്ലെങ്കിൽ the staff should be attended by 10 o'clock. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്ട്രിക്ട്നെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? റൂൾ ആയിട്ട് വരിക. പിന്നെ ടാക്ടിക്കൽ പ്ലാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഒരു സ്പാൻ 1 year അതായത് ഒരു കൊല്ലം അതിന്റെ താഴത്തേക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? ടാക്ടിക്കൽ പ്ലാൻസ്. ഇത് മിക്കവാറും ലോവർ ലെവൽ യൂണിറ്റ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് ഓരോ ഡിവിഷനും മസ്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് എങ്കിൽ മാത്രമേ ഓരോ ലെവലിനും അവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജികൾ മേക്ക് ചെയ്യാനും അവര് ഫീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ അവർക്ക് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പിന്നെ സ്ട്രാറ്റജിക് പ്ലാൻസ് ഉണ്ട്. അതായത് ഇതൊരു ഔട്ട്ലൈൻ ഓഫ് സ്റ്റെപ്പ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ മൊത്തം എന്താ പറയുക ഗോൾസ് എൻ്റെ ഓർഗനൈസേഷന് മൈൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രാറ്റജിക് പ്ലാൻ, rather than with the goals of specific division. ഓരോ ഡിവിഷന്റെയും പ്ലാൻ അല്ല, മൊത്തം സ്ഥാപനത്തിന്റെ പ്ലാൻ ആണ് ഇതിൽ വരിക. So it look ahead over the 4, 5 or even more
years to move organization from where it currently to where it wants to be. ഇപ്പൊ സ്ഥാപനം എവിടെ നിൽക്കുന്നു, സ്ഥാപനത്തിന് ഏത് ലെവലിൽ എത്തിച്ചേരണം എന്നുള്ളത് ഈ ഒരു സ്ട്രാറ്റജിക് പ്ലാനിലൂടെയാണ് തീരുമാനിക്കുന്നത്. പിന്നെ വരുന്നതാണ് കണ്ടിൻജൻസി പ്ലാൻ. കണ്ടിൻജൻസി പ്ലാൻ എന്ന് വെച്ചാൽ എന്താ, ദീസ് പ്ലാൻസ് ആർ യൂസ്ഡ് വെൻ ദ ഒറിജിനൽ പ്ലാൻസ് പ്രൂവ്സ് ഇൻആഡിക്വേറ്റ് ബിക്കോസ് ഓഫ് ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സർക്കംസ്റ്റാൻസസ് എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എൻവയോൺമെന്റ്, ബിസിനസ് എൻവയോൺമെന്റ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലും എന്ത് വേണം, ഒരു പ്ലാൻ വേണം. അങ്ങനെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാൻ ആണ് എന്ത്, ഒറിജിനൽ പ്ലാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് ആ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാൻ ആണ് കണ്ടിൻജൻസി പ്ലാൻ എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്, ദാറ്റ് ഈസ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ പ്ലാനിങ്ങിന് ഉണ്ടെങ്കിലും പ്ലാനിങ് ചില സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അതായത് ചില സമയത്ത് അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്, അത് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ്, ഒത്തിരി പണച്ചെലവ് വരുന്നുണ്ട്. നമുക്ക് വെറുതെ ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, അതായത് ഞാനെല്ലാം പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ ആണ്, അങ്ങനെ ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഒരു ലോങ് ടേം ആയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ മാറ്റം ഉണ്ടാവും. റിലയബിൾ കിട്ടുന്ന ഡേറ്റ ഒക്കെ റിലയബിൾ ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ അല്ലെ. അപ്പൊ ഈ ഡേറ്റ് തെറ്റാണെങ്കിൽ മൊത്തം പ്ലാൻ ചെയ്ത് തന്നെ തെറ്റിപ്പോകും. പിന്നെ ഇനീഷ്യേറ്റീവ് കുറയും. കാരണം ഓൾറെഡി നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചാൽ പിന്നെ ആരുടെ ഭാഗത്തുനിന്നും ഒരു ഇനീഷ്യേറ്റീവ് ഇല്ല. കാരണം എല്ലാം കഴിഞ്ഞു, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. പിന്നെ ഫോർകാസ്റ്റിങ്ങിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. നമുക്ക് എത്രയെന്ന് വെച്ചിട്ട് ഒരു കാര്യം ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുക, എന്തോരം കറക്റ്റ്നെസ് അതിന് ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വരുന്നത്. ക്ലിയർ അല്ലേ? സോ പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക എന്താണ് പ്ലാനിങ്, അതുപോലെ തന്നെ പ്ലാനിങ്ങിന്റെ ടൈപ്സ്, അതേപോലെ തന്നെ പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ്, പ്ലാനിങ്ങിന്റെ നേച്ചർ, പ്ലാനിങ് പ്രോസസ് എന്താണ്, ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാനിങ് പ്രിമൈസസ്, കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ഇൻഫർമേഷൻ, identification of alternative, evaluation of alternative, selecting the best one, preparation for subsidiary plan, implementation, assessment വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സുകൾ, അതായത് ഹൈറാർക്കി അനുസരിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവുകൾ ഉണ്ട്, അതുപോലെ നെറ്റ്വർക്ക് അനുസരിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവുകൾ ഉണ്ട്, ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവുകൾ ഉണ്ട്, പ്രയോറിറ്റിയുടെ ബേസിലുള്ള ഒബ്ജക്റ്റീവുകൾ ഉണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ്സിന്റെ, അതായത് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ MBO എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് MBO, MBOനെ കൊണ്ടുള്ള ഗുണങ്ങൾ, അതിന്റെ ബെനിഫിറ്റ്സ്, കാര്യങ്ങള്. പിന്നെ ടൈപ്സ് ഓഫ് പ്ലാൻസ് നമ്മൾ പറഞ്ഞു, സിംഗിൾ പ്ലാനും അതേപോലെ തന്നെ സ്റ്റാൻഡിങ് പ്ലാൻസും. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസിഷൻ മേക്കിങ്ങിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ടോപ്പ് ലെവൽ, അതേപോലെ മിഡിൽ ലെവൽ, ലോവർ ലെവൽ, ഇതിലൊക്കെ ഓരോന്നിലും അവർ ചെയ്യുന്ന ഓരോരോ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, കാരണം അത് അനലിറ്റിക്കൽ പ്രോസസ്സിനും SWOT അനാലിസിസിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രാറ്റജിക് പ്ലാൻ കൊണ്ട് സ്ഥാപനത്തിന് ഉണ്ടാവുന്ന മൊത്തത്തിലുള്ള ഒരു മാറ്റം, ഇറ്റ് അലൗസ് ഓർഗനൈസേഷൻ ടു ബി പ്രോ ആക്റ്റീവ് റാദർ ദാൻ റിയാക്റ്റീവ്. അതായത് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് സ്ഥാപനത്തിന് സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ നല്ല രീതിയിൽ കിട്ടും. പിന്നെ നല്ല രീതിയിൽ പ്ലാൻസുകൾ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിൽ പ്ലാനിങ്ങിനെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. വാട്ട് ഡു യു മീൻ ബൈ ഫോർകാസ്റ്റിംഗ് എന്ന് ചോദിക്കും. MBO എന്താണെന്ന് ചോദിക്കും. വാട്ട് ഡു യു മീൻ പോളിസി, പ്രൊസീജിയർ, റൂൾ, സ്ട്രാറ്റജി, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ്, അത് ഒരു പ്ലാന്റ് തന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ നന്നായിട്ട് തന്നെ പഠിക്കുക, മനസ്സിലാക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ സോ ഈ രീതിയിൽ നിങ്ങളിപ്പോൾ ഈ ഒരു ചാപ്റ്റർ, നിങ്ങളുടെ ഈ ഒരു 4th ചാപ്റ്റർ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ പ്ലാനിങ്ങിൽ മെയിനായിട്ട് നിങ്ങളിപ്പോൾ നോക്കിയിട്ടുള്ളത് എന്താണ് പ്ലാനിങ്ങിൻ്റെ മീനിങ്, പ്ലാനിങ്ങിൻ്റെ ഡെഫിനിഷൻ, പിന്നെ എന്തൊക്കെയാണ് പ്ലാനിങ് എന്ന് പറയുന്ന ആ ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ഫീച്ചേഴ്സ്, പ്ലാനിങ് പ്രോസസ്സ്, അതുപോലെ തന്നെ
പ്ലാനിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് വരുന്നതാണ് ദാറ്റ് ഈസ് നമ്മൾ നോക്കിയിട്ടുണ്ട് പ്രോസസ്സിൽ തന്നെ നോക്കുന്ന സമയത്ത് പ്ലാനിങ് പ്രിമൈസസ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട്, പ്രിമൈസസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തോരാണെന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് പ്ലാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിംഗിൾ യൂസും അതുപോലെ തന്നെ സ്റ്റാൻഡിങ്ങും വന്നിട്ട്, അതേപോലെ റൂൾസ്, പ്ലാൻസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, പ്രോഗ്രാംസ്, ബഡ്ജറ്റ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഓരോ പ്ലാൻസും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സ്ട്രാറ്റജിക് പ്ലാൻസ്, ടാക്ടിക്കൽ പ്ലാൻസ്, പിന്നെ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ എന്താണ് തോന്നിയതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. സോ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്.